ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സർവശക്തൻ്റെ സന്നിധിയിൽ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു വരുവാൻ കർത്താവ് ഒരവസരം കൂടെ നൽകി തന്നല്ലോ. ഞങ്ങളും കഴിഞ്ഞ ദിവസത്തിൽ കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിൽ പോയി ശുശ്രൂഷിപ്പാൻ കർത്താവ് അവസരം നൽകി. കർത്താവ് സഹായിച്ചാൽ നാളെ ഞങ്ങൾ ഇവിടുന്ന് മഹാരാഷ്ട്രയും ഗുജറാത്തും പിന്നെ മടങ്ങി ഭോപ്പാലിലേക്ക് പോകുന്നതായിരിക്കും. നമ്മൾ ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധയ്ക്കായി യെശയ്യാ പ്രവാചകൻ മുഖാന്തരം പ്രവചിച്ച പ്രവചനത്തിൻ്റെ 9-ാമത്തെ അധ്യായത്തിൻ്റെ 8 മുതൽ 10-ാമത്തെ അധ്യായത്തിൻ്റെ 4-ാം വാക്യം വരെ നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്. ഐസയ ചാപ്റ്റർ 9 വേഴ്സ് 8 to ഐസയ ചാപ്റ്റർ 10 വേഴ്സ് 4. നമുക്ക് ഒന്നിച്ച് നമ്മുടെ വേദപുസ്തകം തുറന്ന് നമുക്ക് ആ വചനം ധ്യാനിക്കാം. യെശയ്യാ 9-ന്റെ 8-ാമത്തെ വാക്യം തൊട്ടാണ് നമ്മൾ വായിക്കുന്നത്. കർത്താവ് യാക്കോബിൽ ഒരു വചനം അയച്ചു, അത് ഇസ്രായേലിന്മേൽ വീണുമിരിക്കുന്നു. ഇഷ്ടികകൾ വീണുപോയി എങ്കിലും ഞങ്ങൾ വെട്ടുകല്ലുകൊണ്ട് പണിയും. കാട്ടത്തികളെ വെട്ടിക്കളഞ്ഞു എങ്കിലും ഞങ്ങൾ അവയ്ക്കു പകരം ദേവദാരുക്കളെ നട്ടുകൊള്ളും എന്നിങ്ങനെ ഡംഭത്തോടും ഹൃദയഗർഭത്തോടും കൂടെ പറയുന്ന എഫ്രയീമും ശമര്യ നിവാസികളുമായ ജനമൊക്കെയും അത് അറിയും. അതുകൊണ്ട് യഹോവ രസീൻ്റെ വൈരികളെ അവൻ്റെ നേരെ ഉയർത്തി അവൻ്റെ ശത്രുക്കളെ ഇളക്കി വിട്ടിരിക്കുന്നു. അരാമ്യർ കിഴക്കും ഫെലിസ്ത്യർ പടിഞ്ഞാറും തന്നെ. അവർ ഇസ്രായേലിനെ വായ്പിളർന്ന് വിഴുങ്ങിക്കളയും. ഇതെല്ലാം കൊണ്ടും അവൻ്റെ കോപം അടങ്ങാതെ അവൻ്റെ കൈ ഇനിയും നീട്ടിയിരിക്കും. എന്നിട്ടും ജനം തങ്ങളെ അടിക്കുന്നവെങ്കിലേക്ക് തിരിയുന്നില്ല, സൈന്യങ്ങളുടെ യഹോവയെ അന്വേഷിക്കുന്നതുമില്ല. അതുകൊണ്ട് യഹോവ ഇസ്രായേലിൽ നിന്ന് തലയും വാലും പനമ്പട്ടയും പോട്ടപ്പുല്ലും ഒരു ദിവസത്തിൽ തന്നെ ഛേദിച്ച് കളയും. മൂപ്പനും മാന്യപുരുഷനും തന്നെ തല, അസത്യം ഉപദേശിക്കുന്ന പ്രവാചകൻ തന്നെ വാൽ. ഈ ജനത്തെ നടത്തുന്നവർ അവരെ തെറ്റിച്ചു കളയുന്നു, അവരാൽ നടത്തപ്പെടുന്നവർ നശിച്ചു പോകുന്നു. അതുകൊണ്ട് കർത്താവ് അവരുടെ യൗവനക്കാരിൽ സന്തോഷിക്കുകയില്ല, അവരുടെ അനാഥന്മാരോടും വിധവമാരോടും അവന് കരുണ തോന്നുകയുമില്ല. എല്ലാവരും വഷളന്മാരും ദുഷ്കർമ്മികളുമാകുന്നു, എല്ലാ വായും ഭോഷത്വം സംസാരിക്കുന്നു. ഇതെല്ലാം കൊണ്ടും അവൻ്റെ കോപം അടങ്ങാതെ അവൻ്റെ കൈ ഇനിയും നീട്ടിയിരിക്കും. ദുഷ്ടത തീ പോലെ ജ്വലിക്കുന്നു, അത് പറക്കാരെയും മുള്ളും ദഹിപ്പിക്കുന്നു. വനത്തിലെ പള്ളക്കാടുകളിൽ കത്തുന്നു, പുകത്തൂണുകളായി ഉരുണ്ടുപൊങ്ങും. സൈന്യങ്ങളുടെ യഹോവയുടെ കോപം നിമിത്തം ദേശം നശിച്ചു പോയിരിക്കുന്നു, ജനവും തീക്ക് ഇരയായിരിക്കുന്നു. ഒരുത്തനും തൻ്റെ സഹോദരനെ ആദരിക്കുന്നില്ല. ഒരുത്തൻ വലത്തുഭാഗം കടിച്ചും പറിച്ചിട്ടും വിശന്നിരിക്കും, ഇടത്തുഭാഗവും തിന്നും തൃപ്തി വരികയുമില്ല. ഓരോരുത്തൻ താൻ്റെ ഭുജത്തിൻ്റെ മാംസം തിന്നുകളയുന്നു. മനശ്ശെ എഫ്രയീമിനെയും എഫ്രയീം മനശ്ശെയെയും തന്നെ. അവർ ഇരുവരും യഹൂദയ്ക്ക് വിരോധമായിരിക്കുന്നു. ഇതെല്ലാം കൊണ്ടും അവൻ്റെ കോപം അടങ്ങാതെ അവൻ്റെ കൈ ഇനിയും നീട്ടിയിരിക്കും. ദരിദ്രന്മാരുടെ ന്യായം മറിച്ചു കളവാനും എൻ്റെ ജനത്തിലെ എളിയന്മാരുടെ അവകാശം ഇല്ലാതാക്കുവാനും വിധവമാർ തങ്ങൾക്ക് കൊള്ളയായി തീരുവാനും അനാഥന്മാരെ തങ്ങൾക്ക് ഇരയാക്കുവാനും തക്കവണ്ണം നീതികെട്ട ചട്ടം നിയമിക്കുന്നവർക്കും അനർത്ഥം എഴുതി വയ്ക്കുന്ന എഴുത്തുകാർക്കും അയ്യോ കഷ്ടം. സന്ദർശന ദിവസത്തിലും ദൂരത്തു നിന്ന് വരുന്ന വിനാശത്തെങ്കിലും നിങ്ങൾ എന്തു ചെയ്യും? സഹായത്തിനായിട്ട് നിങ്ങൾ ആരുടെ അടുക്കൽ ഓടിപ്പോകും? നിങ്ങളുടെ മഹത്വം നിങ്ങൾ എവിടെ വെച്ചുകൊള്ളും? അവർ ബദ്ധന്മാരുടെ കീഴെ കുനികയും ഹതന്മാരുടെ കീഴെ വീഴുകയും ചെയ്യുകയുള്ളൂ. ഇതെല്ലാം കൊണ്ടും അവൻ്റെ കോപം അടങ്ങാതെ അവൻ്റെ കൈ ഇനിയും നീട്ടിയിരിക്കും. നമ്മൾ ഇത്രയും വേദഭാഗം വായിച്ചപ്പം സർവശക്തൻ തൻ്റെ ജനത്തോട് തൻ്റെ ദൂത് അറിയിക്കുന്നത് നമ്മൾ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കണം. 9-ാമത്തെ അധ്യായം നമ്മൾ ആരംഭത്തിൽ നമ്മൾ ശ്രദ്ധിച്ചപ്പം 8-ന്റെ 22 തൊട്ടില്ലയോ 7-ാമത്തെ വാക്യം വരെ നമ്മൾ ശ്രദ്ധിച്ചത്, ദൈവം തൻ്റെ ദാസൻ യെശയ്യാ മുഖാന്തരം അവരുടെ ഇസ്രായേൽ ജനവും യഹൂദനോട് സ്പഷ്ടമായി തൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണാം. നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ആദ്യമേ ദൈവം അവരോട് പറയുന്നത് അറാമികളും ഇസ്രായേൽ മുഖാന്തരം അവർക്കുണ്ടായ കഷ്ടവും പ്രയാസം അത് മാറ്റിയിട്ട്
പിന്നെ അസൂരികൾ മുഖാന്തരം അവർക്ക് പ്രയാസം വന്നു. അതിനും അവർക്ക് ഒരു സമാധാനം. മസിയ അവരുടെ മധ്യത്തിൽ വരുന്ന് ദൈവത്തിൻ്റെ ആ പദ്ധതി ദൈവം തൻ്റെ ജനത്തെ അറിയിച്ചു. വരാൻ പോകുന്നവൻ സമാധാനത്തിൻ്റെ പ്രഭുവായിരിക്കും. നമ്മൾ കഴിഞ്ഞ ആഴ്ച ശ്രദ്ധിച്ചല്ലോ, യെശയ്യാവ് പ്രവചിക്കുമ്പോൾ മുമ്പേ ആഹാസ് രാജാവുണ്ട്. പക്ഷേ ആത്മാവിൽ യെശയ്യാവിന് ക്രിസ്തുവിൻ്റെ ആദ്യത്തെ വരവും കാണാം, രണ്ടാമത്തെ വരവും കാണാം. ഇത്രേ എല്ലാ കാര്യങ്ങൾ സന്ദേശം ഇസ്രായേലിനോടും യഹൂദയ്ക്ക് കൊടുത്തു കഴിഞ്ഞപ്പം 8-ാമത്തെ വാക്യത്തിൽ മടങ്ങി യാഥാർത്ഥ്യത്തിലേക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ, ഉടനെ തന്നെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് വെളിപ്പെടുത്തുന്നത്. 8 വരെ നീണ്ട ഭാവി, ഇനി 1000 ആണ്ട് വാഴ്ചയിൽ എന്തൊക്കെ സംഭവിക്കും അതുവരെ പറഞ്ഞു കഴിഞ്ഞിട്ട് 8-ാമത്തെ വാക്യത്തിൽ നേരെ ഇനി ഉടനെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ദൈവം തൻ്റെ ദാസൻ മുഖാന്തരം അറിയിക്കുക. 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. കർത്താവ് യാക്കോബിൽ ഒരു വചനം അയച്ചു, അത് ഇസ്രായേലിന്മേൽ വീണുമിരിക്കുന്നു. ഈ കർത്താവ് യാക്കോബിൽ തൻ്റെ വചനത്തെ അയച്ചു, ഇസ്രായേലിൻ്റെ മേളിൽ അത്, അതിൻ്റെ അർത്ഥം സർവശക്തനായ ദൈവം ചെയ്യാൻ പോകുന്ന ഓരോ കാര്യങ്ങൾ സ്പഷ്ടമായിട്ടാണ് തൻ്റെ ജനത്തോട് അറിയിക്കുന്നത്. നമ്മൾ ദൈവമക്കളായിരിക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈ ദൈവത്തിൻ്റെ വചനം എത്ര സ്പഷ്ടമായിട്ടാണ് ഓരോ കാര്യങ്ങൾ ദൈവം നമ്മളോട് വെളിപ്പെടുത്തി തരുന്നത്. ഞാൻ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ ശബ്ദത്തെ ഞാൻ ധ്യാനിക്കാറുണ്ടോ? അത് വായിച്ചിട്ട് അങ്ങ് പോകുവാന്നോ? നമുക്ക് അറിവ് ഒത്തിരിയുണ്ട്, പക്ഷെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആ ഗൗരവം, എന്നോട് കർത്താവ് എന്തുവാ പറയുന്നത്, ഞാനത് ശ്രദ്ധിക്കുന്നുണ്ടോ? ഇവിടെ യാക്കോബും ഇസ്രായേൽ പറഞ്ഞേക്കുന്നത് തെക്കിലുള്ള ഇസ്രായേലും സൗത്തിലുള്ള യഹൂദനോട് ഇല്ലയോ ദൈവം സംസാരിക്കുന്നത്. പക്ഷേ ഇവിടെ ഈ സന്ദേശം സ്പഷ്ടമായി യെശയ്യാവ് തെക്കിലുള്ള ഇസ്രായേലിനെ അറിയിക്കുക. ദൈവത്തിൻ്റെ വചനം അവരുടെ പുറത്ത് വെളിപ്പെടുത്തി. വചനം സ്പഷ്ടമായി ദൈവത്തിൻ്റെ സന്ദേശം ജനത്തെ അറിയിച്ചിട്ട ദൈവത്തിൻ്റെ കരം ദൈവം നീട്ടുന്നത്, പറയാതല്ല. എൻ്റെ കയ്യിലുള്ള ഈ വചനം ഞാൻ ശ്രദ്ധയോട് സ്വീകരിച്ചാൽ എനിക്ക് എത്ര കഷ്ടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാന്നേ. ഇവിടെ നമ്മൾ വായിക്കുന്ന ഈ വേദഭാഗത്തെ നമുക്ക് 4 ഭാഗങ്ങളായി തിരിക്കാം. ഒന്നാമത്തെ ഭാഗം 9:8 മുതൽ 12-ാമത്തെ വാക്യവും, രണ്ടാമത്തെ ഭാഗം 13 തൊട്ട് 17-ാമത്തെ വാക്യം വരെ, മൂന്നാമത്തെ ഭാഗം 18 തൊട്ട് 21, നാലാമത്തെ ഭാഗം 10-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെ. 4 ഭാഗങ്ങളായി ഈ സന്ദേശത്തെ നമുക്ക് തിരിക്കാം. ഈ ഓരോ ഭാഗത്തിൻ്റെ ഒടുവിൽ എഴുതിയേക്കുന്ന ഒരു വിഷയം നമ്മൾ ശ്രദ്ധിച്ചേ. ആ 12-ന്റെ ഒടുവിലത്തെ ഭാഗം ഒന്ന് വായിച്ചേ. 12-ന്റെ ഒടുവിലത്തെ ഭാഗം, വേഴ്സ് 12, ലാസ്റ്റ് പാർട്ട്. ഇതെല്ലാം കൊണ്ടും അവൻ്റെ കോപം അടങ്ങാതെ അവൻ്റെ കൈ ഇനിയും നീട്ടിയിരിക്കും. സോ അതുകൂടാതെ 17-ന്റെ ഒടുവിൽ വായിച്ചേ. ഇത് എല്ലാം കൊണ്ടും അവൻ്റെ കോപം അടങ്ങാതെ അവൻ്റെ കൈ ഇനിയും നീട്ടിയിരിക്കും. അത് കഴിഞ്ഞിട്ട് 21-ന്റെ ഒടുവിൽ, ഇതെല്ലാം കൊണ്ടും അവൻ്റെ കോപം അടങ്ങാതെ അവൻ്റെ കൈ ഇനിയും നീട്ടിയിരിക്കും. 10-ാമത്തെ അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൻ്റെ ഒടുവിൽ, ഇതെല്ലാം കൊണ്ടും അവൻ്റെ കോപം അടങ്ങാതെ അവൻ്റെ കൈ ഇനിയും നീട്ടിയിരിക്കും. സോ ഈ 4 ഭാഗത്തിൻ്റെ ഒടുവിൽ പിന്നെയും പിന്നെയും പറയുന്ന ആ വാക്ക്. സോ ഇനിയും ദൈവം തൻ്റെ ജനത്തോട് എന്താ ഇങ്ങനെ കൈ നീട്ടിയിരിക്കുന്നത്?
ദൈവത്തിൻ്റെ കോപം അടങ്ങുന്നില്ല. കൈ നീട്ടിയേക്കുക. എന്താ? ഇനി ആദ്യത്തെ ഭാഗം നമ്മൾ ശ്രദ്ധയോട് വായിച്ചേ, അതിൻ്റെ 9 തൊട്ട് 12 വരെ. ആദ്യത്തെ ഭാഗം. ഇഷ്ടികകൾ വീണുപോയി എങ്കിലും ഞങ്ങൾ വെട്ടുകൊല്ലുകൊണ്ട് പണിയും, കാട്ടത്തികളെ വെട്ടിക്കളഞ്ഞു എങ്കിലും ഞങ്ങൾ അവയ്ക്കു പകരം ദേവദാരുക്കളെ നട്ടുകൊള്ളും എന്നിങ്ങനെ ഡംഭത്തോടും ഹൃദയഗർവത്തോടും കൂടെ പറയുന്ന എഫ്രയീമും ശമര്യ നിവാസികളുമായി ജനമൊക്കെയും അതറിയും. സോ ഇവിടെ ഒന്ന് നോക്കിക്കേ, ദൈവത്തിൻ്റെ ശബ്ദം അവർ കേട്ടിട്ടും ദൈവം മുമ്പേ തന്നെ തൻ്റെ ദാസന് മുഖാന്തരം തൻ്റെ സന്ദേശം ജനത്തെ അറിയിച്ചിട്ടും ഇവർ പറയുന്നത് എന്താ? ആ വാക്കൊന്ന് ശ്രദ്ധിച്ചേ. അവിടെ പറയുന്നത് 9 വായിച്ചേ മലയാളത്തിൽ. ഇഷ്ടികകൾ വീണുപോയെങ്കിലും ഇഷ്ടികല്ല് വീണുപോയെങ്കിലും ഞങ്ങൾ വെട്ടുകല്ലുകൊണ്ട് പണിയും. അതിൻ്റെ അർത്ഥം ഇഷ്ടികൾ വീണു. നിഗളം കാണാമോ? ആദ്യത്തെ ഭാഗത്തിൽ ദൈവത്തിൻ്റെ ജനത്തിൻ്റെ നിഗളം ഒന്ന് നോക്കിക്കേ. പറയുന്നത് ഇഷ്ടികൾ വീണു. അവർ സ്വീകരിക്കുക. ഇഷ്ടികൾ വീണാലും ഞങ്ങൾ വെട്ടുകല്ല് വെച്ച് പണിയും. നിഗളം. ഇന്ന് എത്ര വ്യക്തി ജീവിതങ്ങളിൽ നമുക്ക് ഈ നിഗളം കാണാനേ. നമ്മൾ പുല്ലിൻ്റെ പൂക്കളില്ലയോ, വെള്ളത്തിൻ്റെ കുമിളയാ, എന്നിട്ടും നിഗളം നിറഞ്ഞ് സംസാരിക്കുന്ന സംസാരം, നിഗളം നിറഞ്ഞ് നടക്കുന്ന ആ നടപ്പ്. ഈ നിഗളമുള്ളവൻ്റെ ചിന്ത എന്താ? ഞാൻ ഏതാണ്ടാ. ദൈവമേ, നിനക്ക് പറയേണ്ടത് നീ പറഞ്ഞു, പക്ഷെ ഞാൻ എൻ്റെ ഇഷ്ടമേ ചെയ്യുള്ളൂ. ഇഷ്ടി വീണാലും സാരമില്ല, ഞങ്ങൾ കല്ലുകൊണ്ട് പണിയും. ഇഷ്ടിയില്ലയോ വീണത്? മണ്ണ് തീയിലിട്ട് ചുട്ടതുകൊണ്ടില്ലയോ അതാ വീണത്. പക്ഷെ ഞങ്ങളോ കല്ലുകൊണ്ടായിരിക്കും പണിയുന്നത്. അടുത്തത് അതിൻ്റെ താഴെ പറയുന്നത്, കാട്ടത്തികളെ കാട്ടത്തിയെ വെട്ടിക്കളഞ്ഞുവെങ്കിലും ഞങ്ങൾ അവയ്ക്കു പകരം ദേവദാരുക്കളെ നട്ടുകൊള്ളും എന്നിങ്ങനെ. നിഗളം. കാട്ടത്തിയല്ലയോ നീ വെട്ടിയത്? ഞങ്ങൾ ദേവദാരു വെച്ച് പണിയുന്നേ. നീ എന്തോ ചെയ്താലും ഞങ്ങളുടെ നടപ്പിന് വ്യത്യാസം വരുത്തില്ല. നീ പ്രവാചകൻ മുഖാന്തരം ഏത് സന്ദേശം തന്നാലും ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടം ചെയ്യും. ആ നിഗളം ഒന്ന് നോക്കിക്കേ. ഞാൻ എന്നെ തന്നെ ശോധന ചെയ്യേണ്ടതാ. എൻ്റെ അകത്ത് നിഗളം വരുന്നുണ്ടോ? പാപമകത്ത് പ്രവേശിച്ചാൽ അതിൻ്റെ ഒരു അടയാളം ഈ നിഗളമാ. അറിയാതെ ഞാൻ നിഗളിക്കുന്നുണ്ടോ? എൻ്റെ ചിന്തയ്ക്ക് വ്യത്യാസം വന്നിട്ടുണ്ടോ? എൻ്റെ നടപ്പിന് വ്യത്യാസം വന്നിട്ടുണ്ടോ? എനിക്ക് കുറേ വചനം അറിയാം, പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എത്ര വചനം കേട്ടാലും എൻ്റെ നടപ്പിന് ഞാൻ വ്യത്യാസം കൊണ്ടുവരത്തില്ല. അതിലെയോ ചിന്തിക്കുന്നത്. ദൈവം എത്ര എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കൊണ്ടുവന്നാലും അതെനിക്കൊരു വിഷയമല്ല. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിലില്ലയോ മുട്ടും മടക്കേണ്ടത്, നമ്മളെ തന്നെ താഴ്ത്തേണ്ടത്. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ നീ എന്തിനാ ഇത് അനുവദിച്ചത്? ഞാൻ എന്നെ തന്നെ താഴ്ത്തിയില്ലെങ്കിൽ നിഗളം നിറഞ്ഞ് പിന്നെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും എന്താ? അതിൻ്റെ താഴെ 11 വായിക്കുന്നത്, അതുകൊണ്ട് യഹോവ രസീന്റെ വൈരികളെ അവന്റെ നേരെ ഉയർത്തി അവന്റെ ശത്രുക്കളെ ഇളക്കി വിട്ടിരിക്കുന്നു. രസീന്റെ വിരോധികളെ. ഈ റസീൻ പറഞ്ഞ ആരാ?
അറാമികളുടെ വിരോധികൾ പറഞ്ഞാൽ ആരാ? അശൂരികൾ. ഞാൻ നിന്റെ വിരോധിയുടെ വിരോധിയെ നിന്റെ വിരോധം വിട്ടയക്കും. കാരണം നിഗളമാ. ഞാൻ നിന്നെ വെറുതെ വിടത്തില്ല. ഞാൻ നിന്നെ വെറുതെ വിടത്തില്ല. നീ അറിയുന്നില്ല നീ ആരോടാ കളിക്കുന്നത്. നിന്റെ പിതാവ് അബ്രഹാമിനെ ഞാൻ ഒരു പദ്ധതി വെച്ച് വിളിച്ചു കൊണ്ടുവന്നതാ. നിന്റെ ഹിതത്തിനു വേണ്ടി വിട്ടുകൊടുക്കുവാനല്ല. എനിക്കൊരു പദ്ധതിയുണ്ട്. മസിയാവ് വന്ന് വാഴും. അതുകൊണ്ട് ഞാൻ നിന്റെ ശത്രുവിൻ്റെ ശത്രുവിനെ വിട്ടയക്കും. നമ്മുടെ ദൈവം ആരാന്ന് അറിയാമോ? സകലത്തിൻ്റെ മീതെ വാഴുന്നവനാ. നമ്മുടെ വിരോധമായിട്ട് നമ്മുടെ ശത്രുക്കളെ അയക്കുന്നത് സാത്താനല്ല, ദൈവം തന്നെ അയക്കുന്നത്. എന്താ? എൻ്റെ വിരോധമായിട്ട് എൻ്റെ ശത്രുവിൻ്റെ ശത്രുവിനെ ദൈവം അയക്കുക. എത്ര പ്രാർത്ഥിച്ചാലും പ്രയോജനമില്ല. നിഗളം ഒന്ന് മാറ്റിവെച്ച് താഴ്മയോട് ദൈവസന്നിധിയിൽ മുട്ടുമടക്കാമോ? കർത്താവേ, ഞാൻ എവിടെ തെറ്റിപ്പോയി? ഞാൻ നിന്റെ ഹിതത്തിൽ നിന്ന് എവിടെ നിന്നാ മാറിയത്? ഒന്ന് കാണിച്ചു തരണമേ. പ്രാർത്ഥിക്കാമോ? അതിൻ്റെ താഴെ 12-ാമത്തെ വാക്യം. അരാമ്യർ കിഴക്കും ഫെലിസ്ത്യർ പടിഞ്ഞാറും തന്നെ. അവർ ഇസ്രായേലിനെ വായ് പിളർന്ന് വിഴുങ്ങിക്കളയും. അവർ ഇസ്രായേലിനെ പിളർന്ന് വിഴുങ്ങിക്കളയുന്നേ. എൻ്റെ കരം ഞാൻ നീട്ടിയിട്ടുണ്ട്. എൻ്റെ കോപം മാറിയിട്ടില്ല. അരാമികളും ഫെലിസ്ത്യരും വന്ന് വിഴുങ്ങിക്കളയുന്നേ. നീ താമസിക്കുന്ന ആ സ്ഥലം അവർ പിടിച്ചെടുക്കും. ഞാൻ അവരെ വിട്ടുകൊടുക്കും. ദൈവശബ്ദം കേൾക്കുമ്പോൾ നമ്മളെ തന്നെ ശോധന ചെയ്യേണ്ടതാ. നിഗളം അകത്ത് വരുന്നുണ്ടോ? അടുത്ത ഭാഗം 13 തൊട്ട് 17 വരെ വായിച്ചേ. പെട്ടെന്ന് നമുക്ക് വായിക്കാം. എന്നിട്ടും ജനം തങ്ങളെ അടിക്കുന്നവെങ്കിലേക്ക് തിരിയുന്നില്ല. എന്നിട്ടും ജനം തന്നെ തങ്ങളെ അടിക്കുന്നവെങ്കിലേക്ക് തിരിയുന്നില്ല. സൈന്യങ്ങളുടെ യഹോവയെ അന്വേഷിക്കുന്നതുമില്ല. സൈന്യങ്ങളുടെ യഹോവയെ അന്വേഷിക്കുന്നത് പോലുമില്ല. അതുകൊണ്ട് യഹോവ ഇസ്രായേലിൽ നിന്ന് തലയും വാലും പനമ്പട്ടയും പോട്ടപ്പുല്ലും ഒരു ദിവസത്തിൽ തന്നെ ഛേദിച്ച് കളയും. മൂപ്പനും മാന്യപുരുഷനും തന്നെ തല, അസത്യം ഉപദേശിക്കുന്ന പ്രവാചകൻ തന്നെ വാൽ. ഈ ജനത്തെ നടത്തുന്നവർ അവരെ തെറ്റിച്ചു കളയുന്നു. അവരാൽ നടത്തപ്പെടുന്നവർ നശിച്ചു പോകുന്നു. അവിടെ ഒന്നിന്നേ. ഇനി അടുത്തത് ദൈവത്തിന് ഇവരോട് പറയേണ്ടത്, ഇവരുടെ വിരോധമുള്ള വിഷയം എന്താ? ഇവരെ നയിക്കുന്നവർ മനുഷ്യൻ, ഈ ജനം ഇത്രയും മത്സരബുദ്ധിയുള്ളവരായി തീർന്നതിൻ്റെ പുറകെ കാരണം ഇവരെ നയിക്കുന്നവരാ കാരണക്കാര്. ഞാൻ അവരെ വെറുതെ വിടത്തില്ല. എഴുതിയേക്കുന്ന എന്താ? 14-ാമത്തെ വാക്യം. അതുകൊണ്ട് യഹോവ ഇസ്രായേലിൽ നിന്ന് തലയും വാലും പനമ്പട്ടയും പോട്ടപ്പുല്ലും ഒരു ദിവസത്തിൽ തന്നെ ഛേദിച്ചു കളയും. ഒറ്റ ദിവസം കൊണ്ട് തലയും വാല്. തല പറഞ്ഞാൽ ആരാ? 15-ാമത്തെ വാക്യം. മൂപ്പനും മാന്യപുരുഷനും തന്നെ തല. മൂപ്പരും മാന്യപുരുഷവർ, ഇവരാ തല. ഉത്തരവാദിത്വത്തിൽ ഉള്ള ആൾക്കാര്, മാന്യപുരുഷന്മാര്, തലവന്മാര് ജനത്തെ നയിക്കേണ്ടിയ പോലാണോ നയിക്കുന്നത്? ഹൃദയം കഠിനമായി, മത്സരമായ ഹൃദയത്തിൽ ദൈവം പറയുന്നത്, ഒറ്റ ദിവസം കൊണ്ടാ ഇവരെ ഞാൻ വെട്ടിക്കളയുന്നേ. ഇവർ മാത്രമല്ല, അടുത്തത് വാലാരാ? 15-ാമത്തെ വാക്യം. അസത്യം ഉപദേശിക്കുന്ന പ്രവാചകൻ തന്നെ വാൽ. അസത്യം ഉപദേശിക്കുന്ന പ്രവാചകൻ തന്നെ വാല്. അസത്യം ഉപദേശിക്കുന്ന പ്രവാചകൻ. നമ്മൾ പ്രവാചകന്മാരുടെ ജീവിതം ഇല്ലയോ ശ്രദ്ധിക്കുന്നത്? അവരുടെ ജീവിതം, ശുശ്രൂഷയും അവർ മുഖാന്തരം ദൈവം അരുളിച്ചതേ ദൂത്. പ്രവാചകൻ അസത്യം വിളിച്ചു പറയുക. യെരമ്യാവിൻ്റെ പ്രവചനം 5-ാമത്തെ അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ജെറമായ 5:31.
യെരമ്യാവ് 5:31 നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ജെറമായ 5:31. പ്രവാചകൻ വ്യാജമായി പ്രവചിക്കുന്നു, പുരോഹിതന്മാരും അവരോട് ഒരു കൈയായി നിന്ന് അധികാരം നടത്തുന്നു. എൻ്റെ ജനത്തിനു അത് ഇഷ്ടമാകുന്നു, എന്നാൽ ഒടുക്കം നിങ്ങൾ എന്തു ചെയ്യും? ഒന്നുകൂടെ വായിച്ചേ. പ്രവാചകന്മാർ വ്യാജമായി പ്രവചിക്കുന്നു, പുരോഹിതന്മാരും അവരോട് ഒരു കൈയായി നിന്ന് അധികാരം നടത്തുന്നു. എൻ്റെ ജനത്തിനോ അത് ഇഷ്ടമാകുന്നു, എന്നാൽ ഒടുക്കം നിങ്ങൾ എന്തു ചെയ്യും? ഒടുക്കൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇന്നത്തെ കാലം നമ്മൾ നോക്കിയാൽ ജനം ഇങ്ങനെ നിഗളിക്കുന്നതിൻ്റെ പുറകെ കാരണം അധികാരത്തിലുള്ളവർ, നേതൃത്വം കൊടുക്കുന്നവർ, പ്രവാചകന്മാർ സ്വന്തം മനസ്സിൽ വരുന്ന ഓരോന്ന് ഇത് ദൈവത്തിൻ്റെ അരുളപ്പാടാ പറഞ്ഞുകൊണ്ട് ചെയ്യുന്നു. ജനത്തിന് അത് മതിയല്ലോ. പക്ഷെ ഒടുവിൽ കർത്താവ് പറയുന്നത്, ഒടുവിൽ നിങ്ങൾ എന്തോ ചെയ്യുന്നേ? ദൈവശബ്ദം സ്പഷ്ടമായി കേൾക്കാമോ? ഒടുവിൽ നിങ്ങൾ എന്തോ ചെയ്യുന്നേ? അടുത്തത് 14:14 വാക്യം. യെരമ്യാവ് 14:14. ജെറമായ 14:14. യെരമ്യാവ് 14:14. യഹോവ എന്നോട് അരുളി ചെയ്തത്, പ്രവാചകന്മാർ എൻ്റെ നാമത്തിൽ ഭോഷ്ക് പ്രവചിക്കുന്നു. ഞാൻ അവരെ അയച്ചിട്ടില്ല, അവരോട് കൽപ്പിച്ചിട്ടില്ല, അവരോട് സംസാരിച്ചിട്ടുമില്ല. അവർ വ്യാജ ദർശനവും പ്രശ്നവാക്യവും ഇല്ലാത്ത കാര്യവും സ്വന്തം ഹൃദയത്തിലെ വഞ്ചനയും നിങ്ങളോട് പ്രവചിക്കുന്നു. സ്പഷ്ടമായോ? ഈ പ്രവാചകന്മാർ പ്രവചിക്കുന്നത് എന്താ? ഒന്നുകൂടെ വായിച്ചേ. യഹോവ എന്നോട് അരുളി ചെയ്തത്, പ്രവാചകന്മാർ എൻ്റെ നാമത്തിൽ ഭോഷ്ക് പ്രവചിക്കുന്നു. എൻ്റെ നാമത്തിൽ ഭോഷ്ക് പ്രവചിക്കുക. ചെവിയുള്ളവൻ നല്ലപോലെ കേട്ടോണം. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നതാ. അടുത്തത്, ഞാൻ അവരെ അയച്ചിട്ടില്ല, അവരോട് കൽപ്പിച്ചിട്ടില്ല, ഞാൻ അവരെ കൽപ്പിച്ചിട്ടുമില്ല, അവരോട് സംസാരിച്ചിട്ടുമില്ല, ഞാൻ അവരോട് സംസാരിച്ചിട്ട് പോലും ഇല്ല. അവർ വ്യാജ ദർശനവും പ്രശ്നവാക്യവും ഇല്ലാത്ത കാര്യവും സ്വന്തം ഹൃദയത്തിന്റെ വഞ്ചനയും നിങ്ങളോട് പ്രവചിക്കുക. അതാ ഇന്ന് നമ്മൾ കാണുന്ന ഈ പ്രവാചകന്മാർ വ്യാജം പ്രവചിക്കുക. ദൈവത്തിൻ്റെ നാമത്തിൽ ദൈവം അവരോട് സംസാരിച്ചിട്ട് പോലുമില്ല, ദൈവശബ്ദം അവർ കേട്ടിട്ട് പോലുമില്ല. പക്ഷെ ജനത്തിന് ഇതിലെയോ വേണ്ടിയത്. അടുത്തത് 23-ാമത്തെ അധ്യായത്തിൻ്റെ 25 തൊട്ട് 32 വരെ വായിക്കാം. യെരമ്യാവ് 23-ന്റെ 25 തൊട്ട് 32 വരെ. ജെറമായ 23:25-32. ഞാൻ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ് എൻ്റെ നാമത്തിൽ ഭോഷ്ക് പ്രവചിക്കുന്ന പ്രവാചകന്മാരുടെ വാക്ക് ഞാൻ കേട്ടിരിക്കുന്നു. സ്വന്തം ഹൃദയത്തിലെ വഞ്ചനയുടെ പ്രവാചകന്മാരായി ഭോഷ്ക് പ്രവചിക്കുന്ന പ്രവാചകന്മാർക്ക് ഈ താല്പര്യം എത്രത്തോളം ഉണ്ടായിരിക്കും? അവരുടെ പിതാക്കന്മാർ ബാൽ നിമിത്തം എൻ്റെ നാമം മറന്നു കളഞ്ഞതുപോലെ ഇവർ അന്യോന്യം വിവരിച്ചു പറയുന്ന സ്വപ്നങ്ങൾ കൊണ്ട് എൻ്റെ ജനം എൻ്റെ നാമം മറന്നു കളയേണ്ടതിന് ഇടവരുത്തുവാൻ വിചാരിക്കുന്നു. സ്വപ്നം കണ്ട പ്രവാചകൻ സ്വപ്നം വിവരിക്കട്ടെ. എൻ്റെ വചനം ലഭിക്കുന്നവൻ എൻ്റെ വചനം വിശ്വസ്തയോടെ പ്രസ്താവിക്കട്ടെ. വൈക്കോലും കോതമ്പും തമ്മിൽ ഒക്കുമോ എന്ന് യഹോവയുടെ അരുളപ്പാട്. എൻ്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. അതുകൊണ്ട് ഒരുത്തൻ എൻ്റെ വചനങ്ങളെ മോഷ്ടിക്കുന്ന പ്രവാചകന്മാർക്ക് ഞാൻ വിരോധമാകുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. തങ്ങളുടെ നാവെടുത്ത് അരുളപ്പാട് എന്ന് പറയുന്ന പ്രവാചകന്മാർക്ക് ഞാൻ വിരോധമാകുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. വ്യാജ സ്വപ്നങ്ങളെ പ്രവചിച്ച് വിവരിച്ച് ഭോഷ്ക് കൊണ്ടും വ്യർത്ഥ പ്രശംസ കൊണ്ടും എൻ്റെ ജനത്തെ തെറ്റിച്ചു കളയുന്നവർക്ക് ഞാൻ വിരോധമാകുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരെ അയച്ചിട്ടില്ല, അവരോട് കൽപ്പിച്ചിട്ടില്ല, അവർ ഈ ജനത്തിനൊട്ടും പ്രയോജനമായിരിക്കുകയുമില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. സ്പഷ്ടമായി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ ഇന്ന് എത്ര ശ്രദ്ധിക്കേണ്ടതാ. ഈ പ്രവാചകൻ പറഞ്ഞുകൊണ്ട് നടക്കുന്നവർ, ഇവർ പ്രവചിക്കുന്നത് ദൈവശബ്ദമാണോ? ദൈവം പറയുന്നത് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം
അധികാരത്തിൽ ഇരിക്കുന്നവർ, നേതൃത്വം കൊടുക്കുന്നവരും വാലായ ഈ പ്രവാചകന്മാരെ ഞാൻ ഒറ്റ ദിവസം കൊണ്ടാണ് വെട്ടിക്കളയാൻ പോകുന്നത്. കാരണം എൻ്റെ ജനത്തെ നിഗളിക്കുവാൻ ഇവരാ പ്രോത്സാഹിപ്പിക്കുന്നത്. ഇവർ കാരണമാ എൻ്റെ ജനത്തിന് എൻ്റെ ശബ്ദം വേണ്ട. എത്ര സ്പഷ്ടമായ ഒരു ദൂത ഇന്നത്തേക്കുള്ളത്. അടുത്തത് നമ്മൾ യെശയ്യാ പ്രവചനം 9-ാമത്തെ അധ്യായം, അതിൻ്റെ 17-ാമത്തെ വാക്യം, വേഴ്സ് 17. അതുകൊണ്ട് കർത്താവ് അവരുടെ യൗവനക്കാരിൽ സന്തോഷിക്കയില്ല, അവരുടെ യവനക്കാരിൽ സന്തോഷിക്കത്തില്ല. അവരുടെ അനാഥന്മാരോടും വിധവമാരോടും അവന് കരുണ തോന്നുകയില്ല. എല്ലാവരും വഷളന്മാരും ദുഷ്കർമ്മികളുമാകുന്നു. എല്ലാ വായും ഭോഷത്വം സംസാരിക്കുന്നു. ഇതെല്ലാം കൊണ്ടും അവന്റെ കോപം അടങ്ങാതെ അവന്റെ കൈ ഇനിയും നീട്ടിയിരിക്കും. നീ 3-ാമത്തെ ഭാഗം നമ്മൾ 18 വായിക്കുന്നു. ഇതിൽ മേളിൽ തലയും വാലല്ലാതെ അതിൻ്റെ 14 കൊടുത്തിട്ടുണ്ടല്ലോ. ഒന്നുകൂടെ 14 വായിക്കാമോ? അതുകൊണ്ട് യഹോവ ഇസ്രായേലിൽ നിന്ന് തലയും വാലും, ഈ തലയും വാല് നമുക്ക് സ്പഷ്ടമായി പനംപട്ടയും പോട്ടപ്പുല്ലും. അതാരെ കുറിച്ചാ? ഇസ്രായേൽ ജനത്തിൽ ധനവാന്മാരാ വലിയ ഇലയുള്ളവരായി. അതാ എഴുതിയ പനംപട്ട കണ്ടാൽ വലിയതാ, പൈസയുള്ളവരാ. മറ്റേതോ അത് സാധാരണക്കാരൻ, പാവപ്പെട്ടവൻ. ഞാൻ എല്ലാവരെയും നശിപ്പിക്കും, ധനവാനെയും സാധാരണക്കാരെയും. ഞാൻ ഇവരുടെ വിധവകളുടെ പുറത്ത് ദയ കാണിക്കത്തില്ല, കാരണം ഹൃദയം കഠിനമായി. ഇനി 18-ാമത്തെ വാക്യം വായിച്ച് 18 തൊട്ട്. ദുഷ്ടത തീ പോലെ ജ്വലിക്കുന്നു, അത് പറക്കാരെയും മുള്ളും ദഹിപ്പിക്കുന്നു. വനത്തിലെ പള്ളക്കാടുകളിൽ കത്തുന്നു, പുകത്തൂണുകളായി ഉരുണ്ടുപൊങ്ങും. സൈന്യങ്ങളുടെ യഹോവയുടെ കോപം നിമിത്തം ദേശം ദഹിച്ചു പോയിരിക്കുന്നു. ജനവും തീക്ക് ഇരയായിരിക്കുന്നു. ഒരുത്തനും തൻ്റെ സഹോദരനെ ആദരിക്കുന്നില്ല. ഒരുത്തൻ വലത്തുഭാഗം കടിച്ചു പറിച്ചിട്ടും വിശന്നിരിക്കും, ഇടത്തുഭാഗവും തിന്നും, തൃപ്തി വരികയുമില്ല. ഓരോരുത്തൻ താൻ്റെ ഭുജത്തിൻ്റെ മാംസം തിന്നുകളയുന്നു. മനശ്ശെ എഫ്രയീമിനെയും, എഫ്രയീം മനശ്ശെയെയും തന്നെ. അവർ ഇരുവരും യഹൂദയ്ക്ക് വിരോധമായിരിക്കുന്നു. ഇതെല്ലാം കൊണ്ടും അവന്റെ കോപം അടങ്ങാതെ അവന്റെ കൈ ഇനിയും നീട്ടിയിരിക്കും. 3-ാമത്തെ വിഷയം, ഇവർക്ക് സ്വന്തത്തെക്കുറിച്ചുള്ള ചിന്തയേ ഉള്ളൂ. സ്വാർത്ഥത നിറഞ്ഞിരിക്കുക. ഇവർക്ക് മറ്റവരെ കുറിച്ച് ഒരു ചിന്തയുമില്ല. ഒരുവന്റെ അകത്ത് പാപം വന്ന അതിൻ്റെ അടയാളങ്ങളായത്. എത്ര കിട്ടിയാലും തൃപ്തിയില്ല. വലത്ത് ഭാഗത്തുള്ളവൻ്റെയും തട്ടിയടിക്കും, അടുത്ത 2 ഭാഗത്തെയും തട്ടി മേടിക്കുക, പിടിച്ചെടുക്കുക, സ്വന്തം മാംസം തിന്നുക. സ്വയത്തിന് വേണ്ടി ജീവിക്കുന്നവർ. എത്ര കിട്ടിയാലും തൃപ്തിയില്ല. ഇതാ 3-ാമത്തെ കാര്യം. 4-ാമത്തെ ഭാഗമാ 10-ാമത്തെ വാക്യം, അതിൻ്റെ 1 തൊട്ട് വായിച്ചേ. ദരിദ്രന്മാരുടെ ന്യായം മറിച്ചു കളവാനും എന്റെ ജനത്തിലെ എളിയവരുടെ അവകാശം ഇല്ലാതാക്കുവാനും വിധവമാർ തങ്ങൾക്ക് കൊള്ളയായി തീരുവാനും അനാഥന്മാരെ തങ്ങൾക്ക് ഇരയാക്കുവാനും തക്കവണ്ണം നീതികെട്ട ചട്ടം നിയമിക്കുന്നവർക്കും അനർത്ഥം എഴുതി വയ്ക്കുന്ന എഴുത്തുകാർക്കും അയ്യോ കഷ്ടം. സന്ദർശന ദിവസത്തിലും ദൂരത്തു നിന്ന് വരുന്ന വിനാശത്തെങ്കിലും നിങ്ങൾ എന്തു ചെയ്യും? സഹായത്തിനായിട്ട് നിങ്ങൾ ആരുടെ അടുക്കൽ ഓടിപ്പോകും? നിങ്ങളുടെ മഹത്വം നിങ്ങൾ എവിടെ വെച്ചുകൊള്ളും? അവർ ബദ്ധന്മാരുടെ കീഴെ കുനികയും ഹതന്മാരുടെ കീഴെ വീഴുകയും ചെയ്യുകയുള്ളൂ. ഇതെല്ലാം കൊണ്ടും അവന്റെ കോപം അടങ്ങാതെ അവന്റെ കൈ ഇനിയും നീട്ടിയിരിക്കും. 4-ാമത്തെ സ്പഷ്ടമായി എഴുതിയൊക്കെ വിവരിക്കേണ്ട ആവശ്യമില്ല. കാണിക്കുന്ന അനീതി ആരെയും വെറുതെ വിടുന്നില്ല. അനീതിയിൽ രസിക്കുന്ന ഒരു ജനം. നിങ്ങൾ എങ്ങോട്ട് ഓടുന്ന? ഇന്ന് 2025. യെശയ്യാ പ്രവചിച്ചത്
എത്ര ആണ്ടുകൾ മുമ്പേ ആ സന്ദേശം ഇന്നും ജനത്തോട് ദൈവം അരുളി ചെയ്യുക. ദൈവത്തിൻ്റെ വചനം ജനത്തിൻ്റെ മുകൾ പ്രകാശിപ്പിച്ചല്ലോ. ന്യായവിധി വരുന്നതിന് മുമ്പേ തൻ്റെ ജനത്തിന് ദൈവം ഒരവസരം കൊടുക്കുക. എന്നാലും നിഗളം, സ്വാർത്ഥത, അനീതി, ഇവരെ നയിക്കുന്നവർ, പ്രവാചകന്മാർ, ആ ജനത്തിൻ്റെ സ്ഥിതി ദൈവാത്മാവ് സ്പഷ്ടമായി വെളിപ്പെടുത്തുക. ഇനിയും പറയുന്നത്, കരം നീട്ടിയിട്ടുണ്ട്, ദൈവത്തിൻ്റെ കോപം മാറിയിട്ടില്ല. നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്തേ. ഇന്ന് ഇസ്രായേലിൽ അവിടെ സംഭവിക്കുന്നത്, ആ രാജ്യത്തെ ഒന്ന് നോക്കിക്കേ. ഇത്രയും നാൾ യുദ്ധം ചെയ്തിട്ട് നിനക്ക് എന്തുവാ നേടിയത്? ഇത്ര ജനത്തെ നീ കൊന്നു, ആർക്കും നിന്നെ തടയാൻ കഴിഞ്ഞില്ല. നീ ചിന്തിച്ചത് നിനക്ക് ചെയ്യാവുന്നതെല്ലാം നീ ചെയ്തോളാന്ന്. മിച്ചം എന്തോ കിട്ടീന്നേ? അവരോട് മാത്രമല്ല, ദൈവം നമ്മൾ ഓരോരുത്തരോടും സംസാരിക്കുക. നിഗളമകത്തുണ്ടോ? ദൈവത്തിൻ്റെ വചനം കേട്ടിട്ടും, ഞാൻ അറിയുന്നില്ല ആരോടാ ദൈവം സ്പഷ്ടമായി സംസാരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം അറിഞ്ഞിട്ടും നമ്മുടെ നടപ്പിന് വ്യത്യാസം കൊണ്ടുവരാൻ മനസ്സില്ലെങ്കിൽ, വചനം എന്തോ വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഞാൻ എനിക്ക് തോന്നിയ പോലെ നടന്നോളാന്ന് പറഞ്ഞുകൊണ്ട് നടക്കുവാന്നോ? ദൈവം ഒരവസരം തരിക നമ്മളെ തന്നെ താഴ്ത്താൻ. ദൈവത്തിൻ്റെ വചനം എത്ര സ്പഷ്ടമാ. നമുക്ക് ആ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്താം, നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ഹല്ലേലൂയ. ദൈവവചനം നമ്മൾ കേട്ട് കഴിഞ്ഞു. സ്പഷ്ടമായി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ ഓരോരുത്തരോട് സംസാരിച്ച് കഴിഞ്ഞു. ഞാൻ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നുണ്ടോ? അതോ എൻ്റെ ഹൃദയത്തെ ഞാൻ പിന്നെയും കഠിനമാക്കുവാനോ? കേട്ട വചനം എനിക്ക് ന്യായവിധിക്ക് കാരണമാകുമോ? ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങൾ വരുമ്പോൾ അതിന് വിടുതൽ ആഗ്രഹിക്കുന്നതിന് മുമ്പേ, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എവിടാ കുറവ് വെളിപ്പെടുത്തി തരണമേ. എന്നെ തന്നെ ക്രമപ്പെടുത്തേണ്ടിയത് ഏത് വിഷയത്തിലാ നീ കാണിച്ചു തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മളെ തന്നെ താഴ്ത്താം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ വചനം മുഖാന്തരം നീ ഞങ്ങൾ ഓരോരുത്തരോട് സംസാരിക്കുന്നതിനായി സ്തോത്രം, സ്തോത്രം. കർത്താവേ, പിതാവേ, ഞങ്ങളെ ജീവിതത്തെ ശോധന ചെയ്യുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ. കർത്താവേ, നിന്റെ എത്ര നന്മകൾ ഞങ്ങൾ അനുഭവിക്കുന്നു. നിന്റെ ഹിതപ്രകാരം നിന്നെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം ജീവിപ്പാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ പിതാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കേട്ട വചനം ഞങ്ങൾക്ക് ആർക്കും ന്യായവിധിക്ക് കാരണമാകല്ലേ. ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു. നിന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കണമേ. നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവെ, കേരളത്തിൻ്റെ പ്രദേശത്തിൽ വന്ന് ശുശ്രൂഷിപ്പാൻ നീ ഞങ്ങൾക്ക് തന്ന അവസരത്തിനായി സ്തോത്രം. വിവിധ സ്ഥലങ്ങളിൽ പോയി നിന്റെ വചനത്തിൻ്റെ വിത്തുകൾ പാകുവാൻ നീ സഹായിച്ചു. ജനത്തെ നീ കൊണ്ടുവന്നു. അവർ നിന്റെ വചനം കേട്ടു. കർത്താവേ, നിന്റെ വരവടുത്തിരിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ നിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കേരളത്തിൽ നിന്ന് കർത്താവെ, നിന്റെ അഭിഷിക്തന്മാരെ നീ എഴുന്നേൽപ്പിക്കണമേ. യവനക്കാർക്ക് കർത്താവെ, നിന്റെ വേലയ്ക്കുള്ള ആ ദർശനം കൊടുത്ത് നീ യവനക്കാരെ എഴുന്നേൽപ്പിക്കണമേ. കർത്താവെ,
കർത്താവേ, ഇനി വേലക്കാർ വേണം. വേല വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. യവനക്കാർക്ക് ആ ഭാരം, ആ ദർശനം നീ കൊടുക്കണമേ. കർത്താവെ, ചെയ്തെല്ലാം നന്മയ്ക്കായി സ്തോത്രം. എല്ലാ മാനമഹത്വം നിനക്കായി അർപ്പിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ സമാധാനം, സന്തോഷം അറിയുവാൻ നീ ജനത്തെ സഹായിക്കണമേ കർത്താവേ. അവരുടെ പുറകെ അധ്വാനിക്കുവാൻ നീ ഞങ്ങളെ ബലപ്പെടുത്തണമേ. നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. എല്ലാ മാനമഹത്വം നിനക്കായി അർപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പിതാവിൻ്റെ സ്നേഹം, പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മായുടെ കൂട്ടായ്മ നമ്മൾ ഓരോരുത്തരുടെ കൂടെ നമ്മുടെ കർത്താവിൻ്റെ വരവ് വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവ് സഹായിച്ചാൽ ഇനി ജാനുവരി 28 വൈകുന്നേരം പൂനെയിൽ കൂട്ടായ്മയുണ്ട്. ജാനുവരി 31 തൊട്ട് ഫെബ്രുവരി 1 വരെ മുംബൈയിൽ, പിന്നെ ഫെബ്രുവരി 3, 4 വാപ്പി ഗുജറാത്ത്, ഫെബ്രുവരി 6, 7 അഹമ്മദാബാദ് ഗുജറാത്തിൽ ശുശ്രൂഷകളുണ്ട്. അതിനെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. നീണ്ട യാത്രകളുണ്ട്. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുക. നമ്മുടെ കർത്താവ് വേഗം വരാറായി. മാരനാഥ.